ഞങ്ങൾ ഇക്കാക്ക എന്നല്ല വിളിക്കുക. ഇക്കാക്കാന്ന് വിളിച്ചത് ഒരു പക്ഷേ അന്ന് പറഞ്ഞപ്പോ ഇച്ചാച്ച അതങ്ങനെ ഇച്ചാക്കായതായിരിക്കണം. എന്നെ വിളിക്കണത് കുഞ്ഞിച്ചാന്നാണ്. അനിയനെ ഇളച്ചിട്ട് വിളിക്കണ സക്കരയച്ചാക്ക, സക്കരയാന്ന് പറഞ്ഞത്. അപ്പൊ സക്കരയച്ചാക്ക, ഞാൻ കുഞ്ഞിച്ച, ഇച്ചാക്ക അങ്ങനെ. പിന്നെ എല്ലാവരും ഇച്ചാക്കാന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇച്ചാക്ക ഉണ്ടായത്. മമ്മൂക്ക ഏറ്റവും മൂത്ത. അതുകൊണ്ടായിരിക്കാം മമ്മൂക്ക വളരെ ഗൗരവക്കാരനായി. പക്ഷെ ഗൗരവം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ ഗൗരവം എന്ന് പറയുമ്പോൾ നമ്മള് ഗൗരവമൊന്നും അല്ല മൂപ്പര് പിന്നെ ഏറ്റവും മൂത്ത ആളാണല്ലോ. ഏറ്റവും മൂത്ത ബ്രദർ നമുക്ക് വാപ്പാടെ സ്ഥാനത്താണ്. ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ മൂപ്പര് ആ ഒരു നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ മൂപ്പര് ഇങ്ങനെ ആ ഒരു വിവരമുള്ളൂ. അല്ല മൂപ്പര് ശരിക്കും സോഫ്റ്റ് ആണ്, ഭയങ്കര ലവബിളാണ്. പിന്നെ നമുക്ക് ഒരു ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് പ്രതീക്ഷിച്ച് കണ്ടല്ലോ. പക്ഷെ നമുക്ക് ചേട്ടൻ എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ചേട്ടൻ വളരെ സേഫ്റ്റിയാണ് നമ്മുടെ മൂപ്പരുടെ അടുത്ത്. നമ്മളൊരു ഭയങ്കര സുരക്ഷിതത ബോധമാണ് നമുക്ക് എപ്പോഴും. മൂപ്പരുടെ അടുത്ത് നിൽക്കുമ്പോഴും മൂപ്പരെ കുറിച്ച് നമ്മൾ ആരോഗ്യം നമ്മളൊരു ഷെൽട്ടറിൽ ഇങ്ങനെ വളരെ സുരക്ഷിതരാണ് എന്നൊരു തോന്നലാണ് ശരിക്കും ചേട്ടൻ എന്നുള്ള രീതിയിൽ. ഈ മമ്മൂക്കയുടെ റെക്കമെൻഡേഷനിലാണോ ഈ? അല്ലല്ലോ, മൂപ്പരുടെ റെക്കമെൻഡേഷനിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ, കാരണം അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് അഭിനയിക്കാനുള്ള കഴിവും ഇത് രണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചാക്കനെ സംബന്ധിച്ചിടത്തോളം ഇച്ചാക്ക ഒരു സിനിമയിൽ വന്ന ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിലെത്തി. അപ്പോൾ അന്ന് മുതലേ മൂപ്പർക്ക് പറയാം, വേണമെങ്കിൽ മൂപ്പർ പറഞ്ഞ കേൾക്കാത്ത ആരും അന്നുമില്ല ഇന്നുമില്ല. ഒരു സിനിമയിൽ ഒരു വേഷത്തിന് വേണ്ടി മൂപ്പർക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ മൂപ്പരുടെ റെക്കമെൻഡേഷനിൽ വരണമെങ്കിൽ 15 വർഷം മുമ്പേ വരണമായിരുന്നു. അപ്പോൾ അതുണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടുണ്ടെന്ന് സ്പഷ്ടമാണ്. അതിപ്പോൾ ചോദിക്കുന്ന കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കാൻ വേണ്ടി അന്ന് മുളച്ചു വന്ന ആളൊന്നുമല്ലല്ലോ. ഞാൻ അന്നും ഇവിടെ ഉണ്ട്, മൂപ്പരും ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്വന്തമായിട്ട് വന്നു, നമ്മൾ നന്നായി ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ മൂപ്പരുടെ ഒരു മൗന സമ്മതവും ഒരു സപ്പോർട്ടും. മൂപ്പര് നടൻ എന്നുള്ളതല്ലാതെ മൂപ്പര് ആക്ടിങ് അല്ല, ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു ഡെഡിക്കേഷൻ, അത് ശരിക്കും നമ്മുടെ അന്തം വിട്ടു പോകുന്നതാണ്. ശരിക്കും എത്രയോ വർഷങ്ങളായി, എത്ര എക്സ്പീരിയൻസ് ആയി, എത്രയോ അവാർഡുകൾ എത്രയോ അത് കിട്ടി കഴിഞ്ഞിട്ടും, ഒരുപാട് കിട്ടി കഴിഞ്ഞിട്ടും മൂപ്പര് ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ അറിയപ്പെടുന്ന ആളായിട്ടും മൂപ്പര് ഇപ്പോഴും എനിക്കറിയാം. ഞാനിപ്പോൾ ഈ രാക്ഷസരാമൻ ചെയ്യുമ്പോൾ പോലും ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയാനും അതിൻ്റെ ഗെറ്റപ്പ് എങ്ങനെയായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത്, ഈ വിനയനെ കിട്ടി ഇങ്ങനെ വട്ടുപിടിക്കും. എനിക്കറിയാം ശരിക്കും നമ്മൾ കണ്ടല്ലോ ആ വല്യേട്ടൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ദാദാ സാഹിബൊക്കെ ചെയ്യുമ്പോൾ, ഈ ഡാനി ചെയ്യുമ്പോഴൊക്കെ മൂപ്പര് വന്നിട്ട് നമ്മളിത് ക്യാരക്ടർ അങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്യണം, അത് ആ ഒരു സീനിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിടാണ്. ഇത്ര വർഷം അഭിനയിച്ചിട്ടും ഈ ഒരു പുതിയതായിട്ട് ആരോ ഒരു പടത്തിന് അഭിനയിക്കാൻ വിളിച്ച പോലെ ആ ഒരു ഡെഡിക്കേഷൻ, അതാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്. ശരിക്കും മൂപ്പരുടെ ഒരു ഇപ്പോൾ ഈ ഇത്രയും വർഷമായിട്ട് ഈ ഒരു സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് പോകണം. എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ. നമ്മൾ അഭിനയിച്ച് നന്നാവുന്നു ചീത്തയാവുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ അഭിനയിച്ച് മോശമാക്കിയിട്ട് മൂപ്പരുടെ പേര് ആ വഴിക്ക് മോശം. ആ ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ആ ടെൻഷനേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ശ്യാമപ്രസാദിൻ്റെ ഈ സീരിയലിലാണല്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സീരിയലിൽ അഭിനയിച്ചു, അത് ടെലികാസ്റ്റ് ചെയ്തു. ആ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ചേട്ടൻ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കണ്ടു. അപ്പോൾ കണ്ടപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ റിയാക്ഷനേക്കാൾ ഭയങ്കരമാണ് എന്റെ റിയാക്ഷൻ. എല്ലാ ഉപദേശങ്ങളാണ് അന്ന് തന്നത്. ശരിക്കും ഉപദേശങ്ങൾ അന്ന് ഇന്നൊക്കെ തന്നെ മൂപ്പരുടെ കാര്യം അറിയാലോ, ഒരു വിരട്ട് രീതിയിലാണ്. നീ എന്താ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ആ ഒരു രീതി. അപ്പം എന്നോട് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ക്യാമറ ഫ്രെയിം അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ അറിയില്ല ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ വേണം, അതെങ്ങനെ മൂവ്മെൻറ്റ്സ് എങ്ങനെ വേണം, എത്ര ഫാസ്റ്റ് ആവണം, എങ്ങനെ ചെയ്യണം, സൗണ്ട് എങ്ങനെ വരണം, എങ്ങനെ ഡബ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് സൗണ്ട്, മോഡുലേഷൻ എങ്ങനെ വേണം, റെൻഡറിങ് എങ്ങനെ വേണം, അത് ശബ്ദം ഏതെല്ലാം ഭാഗത്തു നിന്ന് വരുത്താം, ടൈമിങ് ബേസ് കൂട്ടിയിട്ടിട്ട് മറ്റേ ബേസ് കുറച്ചിട്ട് അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ അതിപ്പോഴും എപ്പോഴും ഓരോ എപ്പിസോഡും ഓരോ സീരിയൽ കാണുമ്പോഴും മൂപ്പർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു കുട്ടിക്കാലം മുതലേ ഈ അഭിനയത്തോടുള്ള ഒരു ഇതുണ്ടായിരുന്നു? അതിപ്പോൾ അഭിനയത്തോടുള്ളതാണെന്ന് നമുക്കറിയാം. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും. അതായത് നമ്മളൊരു മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്ര പേരായിരുന്നു? ഞങ്ങൾ 6 പേര്, 3 പെണ്ണുങ്ങളും 3 ആണുങ്ങളും. ഞങ്ങൾ 3 ആണുങ്ങളും ബ്രദേഴ്സ് 3 പേര്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുറത്ത് ഔട്ട്സൈഡ് ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ കിട്ടുന്ന ഞങ്ങൾ തന്നെയാണ് കളിക്കാൻ പോകണമെന്ന്, ഞങ്ങൾ എന്തെല്ലാം വികൃതികൾ ഒപ്പിച്ചാലും കളിക്കാൻ പോയാലും ഒക്കെ ഞങ്ങൾ 3 ആണെന്ന് കൂടായിരുന്നു. ഇപ്പോൾ സിനിമ കാണാൻ സെക്കൻഡ് ഷോയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങൾ 3 ആണെന്ന്, അമ്പലപ്പറമ്പിൽ ഉത്സവം കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ 3 ആളുകൾ ഒരു സൈക്കിളായിരുന്നു. അങ്ങനെ ആയിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷേ അന്നൊക്കെ ഈ അഭിനയത്തിന് മുമ്പിൽ ആൾപ്പേറ്റും ബഹളങ്ങളും കണ്ണാട് മുമ്പിൽ അഭിനയങ്ങൾ അതൊക്കെ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നീടാണ് പക്ഷേ ഇതൊക്കെ മൂപ്പര് ചെയ്യുമ്പോഴും ഇപ്പം എനിക്ക് അങ്ങനെ തോന്നണം. ഈ ഒരു വേറൊരു സംഭവം സെൽഫ് എക്സിബിറ്റിംഗ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മളൊന്ന് പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ കാണുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഈ ചാനൽ ഇപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമ്മളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്.
അല്ല നമ്മുടെ മുഖത്ത് പാടേണ്ട കുത്തുണ്ടെന്ന് നോക്കാൻ വേണ്ടി അത് നമുക്കറിയാം അവരൊക്കെ പാടേണ്ട കുത്തുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും നമ്മളൊന്ന് മേക്കപ്പ് ഒന്ന് പൗഡറൊക്കെ ഇട്ടൊന്ന് മുടിയൊക്കെ ചെയ്യുക, കാരണം നമ്മുടെ സൗന്ദര്യം നമുക്ക് തന്നെ ആസ്വദിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, സെൽഫ് എക്സിബിറ്റ്, നമ്മൾ മറ്റുള്ളവരൊന്ന് കാണുക. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ആരും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ എനിക്കെന്നല്ല നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് അറിയപ്പെടുന്ന ആളാകുക, നാലുപേർ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ അതിനുള്ള മാർഗ്ഗങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഒന്നും പറ്റിയ മാർഗ്ഗങ്ങളില്ല. അതൊരു പാട്ട് പാടാൻ അറിയില്ല, അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അന്ന് മൂപ്പർക്ക് ആ ഒരു ചെയ്തിരുന്ന ഒരു പക്ഷേ അഭിനയിക്കാനുള്ള ആ അഭിനയത്തിൻ്റെ ഇതുകൊണ്ട് അത് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് ഒരു വാളെടുക്കുമ്പോൾ മറ്റേ വാള് ഞങ്ങളായിരിക്കും എടുക്കുക. അപ്പം രണ്ടു ഭാഗത്തുണ്ട്. അത് നമുക്ക് എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്? മൂപ്പരെ ഞങ്ങൾ വിളിക്കുന്നത് ഇച്ചാക്കാന്നാണ്. അത് ആരും വിളിക്കാത്തൊരു ഇച്ചാക്കാന്ന്. ഇപ്പം ഞങ്ങൾ വിളിക്കുന്നത്, പക്ഷേ ഇൻഡസ്ട്രിയിൽ തന്നെ മൂപ്പര് ഒരുപാട് പേര് ഇച്ചാക്കാന്ന് വിളിക്കുന്നത്. മമ്മൂക്കാന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഇച്ചാക്കാന്ന് വിളിക്കുന്നുണ്ട്. ആ